Let's make നെയ്ച്ചോർ. ഹലോ, എല്ലാവർക്കും എൻ്റെ വക ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറി കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മോളെ വക ഫുള്ള് കുറ്റം പറിച്ചിലേക്കും. ഓൾ പറയൂ, അമ്മ ഇതിൽ ഉള്ളി എന്തിനാട്ടെ, ഇതിൽ മസാല എന്തിനാ അമ്മ ഇട്ടത്, എനിക്കത് വേണ്ട, എനിക്കത് വേറെ ആക്കിക്കൊണ്ടാ അറിയും. അപ്പം ഞാൻ വിചാരിക്കും ആ റിസ്ക് എടുക്കണ്ടല്ലോ, കുറച്ച് നെയ്ച്ചോറ് വെക്കുക, ഒരു 2-3 ചിക്കനും പൊരിച്ചു കൊടുത്താൽ ഓളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പം പിന്നെ ഇതാ നെയ്ച്ചോറ് അതിനുള്ള ആക്കി കൊണ്ട് നിൽക്കട്ടെ. ഇതിൻ്റെ കൈ നൈസായിട്ടൊന്ന് പൊള്ളി അതാ. പിന്നെ നെയ്ച്ചോറിൽ ഞാൻ ഉള്ളിയൊന്നും പൊരിച്ചിടാറില്ല കേട്ടോ. ഈ കണ്ട ക്യാരറ്റും പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ടാൽ നെയ്ച്ചോറ് റെഡി, ഉപ്പും. അങ്ങനെ ഇതാ നെയ്ച്ചോറൊക്കെ വേഗം സെറ്റായി. ഏച്ചി അപ്പുറത്ത് ചിക്കൻ കറി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കാൻ പിന്നെ ഞാൻ അതാ കുറച്ച് കഴിഞ്ഞപ്പാട്ടോ വെച്ചത്. അങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറി അപ്പുറത്തുനിന്ന് തിളയ്ക്കാൻ പോകുന്നു. പിന്നെ നെയ്ച്ചോറൊന്ന് തണയട്ടെ വിചാരിച്ച് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടോ. പിന്നെ കഴിക്കാൻ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പെരുന്നാളിന് പോയി. അവർക്ക് അവിടെ നിന്ന് ഫുഡ്. പിന്നെ നമ്മളിതാ അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ച്. പിന്നെ ഒക്കെ കഴിഞ്ഞൊന്ന് കിടക്കട്ടെ എന്ന് പോയി നോക്കുമ്പോൾ അതാ അവസ്ഥ. ഒന്ന് പിണങ്ങി കിടക്കുന്ന, ഒന്ന് എന്നെ ഉറങ്ങാതെ ഇരുന്ന് വെറുപ്പിക്കുന്നു.